അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെപ്സി ക്യാനിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ സ്പേസിൽ നമുക്ക് ഹോൾ ചെയ്യാം. നേരത്തെ കണ്ട 1 mm ബിറ്റ് ഉപയോഗിച്ചാണ് ഹോൾ ചെയ്യുന്നത്. അത് ഈ ഒരു റൗണ്ടിൽ സ്പേസ് ഈക്വലായിട്ട് നമുക്ക് ഹോൾ ചെയ്യാം. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു 6 mm ന്യൂമാറ്റിക് പൈപ്പിൻ്റെ കണക്ടറാണ്. 6 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് നമ്മൾ പെപ്സി ക്യാനിനകത്തോട്ട് ഒരു ഹോൾ അടിച്ചിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്തെടുക്കണം. ഇതുവഴിക്കാണ് ഗ്യാസ് ആ പെപ്സി ക്യാനിനകത്തോട്ട് കയറുന്നത്. പിന്നെ നമുക്കിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓറിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വാഷർ ഇട്ടിട്ടുണ്ട്. നല്ല ടൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഗ്യാസ് ലീക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഒരു ഓറിങ്ങും അതുപോലെ തന്നെ ഒരു വാഷറും കൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഹോൾ അടിച്ചിട്ട് ഈ ഒരു പെപ്സി ക്യാനിനകത്തോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഏകദേശം ഈ ഒരു ക്യാനിൻ്റെ അവിടെ നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്ററോളം ഉയരത്തിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. വല്ലാത്ത താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. അതിൻ്റെ പൈപ്പിൻ്റെ കണക്ടറെല്ലാം ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഒരു 2.5 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ നമ്മൾ ഏകദേശം ഒരു ഹോൾ അടിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ അടിച്ചിട്ട് ഇതിനോട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇത് കറക്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു നെറ്റിട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു അടിഭാഗം ഈ ഭാഗം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് അലുമിനിയം കുറച്ച് ഹാർഡാണ്. കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കണക്ടർ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇതിനുള്ളിൽ നിന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സേഫ്റ്റി ആയിട്ട് ഇത് ടൈറ്റ് ആവണം, അല്ലെങ്കിൽ ഈ സൈഡ് കൂടെ ഗ്യാസ് ലീക്കാവും. പിന്നെ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കൂടെ ഗ്യാസ് ലീക്കായിട്ട് ഇവിടെ ഫയർ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതിൻ്റെ ലാസ്റ്റ് വർക്കാണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഊഫർ അല്ലെങ്കിൽ ഒരു സ്പീക്കറായാലും, ഊഫർ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഒരു എയർ പുഷ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ആ ഒരു ഫയറിൻ്റെ ആ ഫ്ലോയിൽ വരുന്ന ചെറിയ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഊഫറായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഈ ഒരു പെപ്സി ക്യാനിൻ്റെ കറക്റ്റ് സൈസിലായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യാം. അതുപോലെ നമുക്കിത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേപ്പറിനകത്തൂടെയും ഗ്യാസ് സൈഡ് കൂടെയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെയും നമുക്കൊന്ന് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്യാസ് ലീക്കാവാത്ത രീതിയിൽ ഈ ഭാഗം നന്നായിട്ടൊന്ന് സേഫ്റ്റി ആയിട്ടൊന്ന് ക്ലോസ് ചെയ്യണം ഈ ഭാഗം. ഇത് അലുമിനിയം ഫോയിലിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഈ സൈഡ് മാസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പൈപ്പ് എടുത്തിട്ട് ഇതിനകത്തോട്ടൊന്നൊരു സ്റ്റാൻഡും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഗ്യാസ് ലീക്കായിട്ട് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ഗ്യാസ് ലീക്കാവാതിരിക്കാനും കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് ഇതിനകത്തോട്ട് വയ്ക്കുന്നത്.
അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഗ്യാസ് ലീക്ക് ആവുന്നതും അതുപോലെ തന്നെ ഫയർ വരുന്നതും ഈ ടോപ്പിൽ നമ്മൾ ഹോൾ ചെയ്ത ഭാഗത്ത് കൂടെയാണ്. വേറെ ഏതെങ്കിലും ഈ ഒരു ഭാഗത്ത് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫയർ വരുന്ന സമയത്ത് അത് ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു വാൽവിൽ കൂടിയോ അതുകൂടെ സ്പീക്കറിൻ്റെ അടിഭാഗത്ത് കൂടെയോ സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എഡ്ജിൽ കൂടിയൊക്കെ ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീ അവിടെ ക്യാച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഈ ഒരു സിലിണ്ടർ ഫുള്ളായിട്ട് ഗ്യാസ് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഗ്യാസ് ഈ ഒരു ടോപ്പിൽ കൂടി മാത്രമാണ് ലീക്ക് ആവുന്നുള്ളതെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.